ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയോടുകൂടിയായിരുന്നു ഇന്നത്തെ വാർത്താ പ്രഭാതം ആരംഭിച്ചത്. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ടിപ്പർ പാഞ്ഞുകയറിയുണ്ടായ അപകടം 3 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. നാടിനെ നടുക്കിയ ടിപ്പർ ദുരന്തം ഉണ്ടായത് എങ്ങനെയെന്ന് കണ്ടെത്താനുള്ള വിശദമായ പരിശോധനകൾ പോലീസും മോട്ടോർ വാഹന വകുപ്പും തുടരുകയാണ്. ടിപ്പർ അപകടത്തിൽ മനഃപൂർവ്വമില്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്തു. ലോറി ഡ്രൈവർക്കെതിരെയാണ് നടപടി. അശ്രദ്ധമായി വാഹനം ഓടിച്ച് മനുഷ്യജീവന് ആപത്തുണ്ടാക്കിയ വകുപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നീലേശ്വരത്ത് ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച 3 പേരുടെയും മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഹരിലാൽ, അജയ്കുമാർ, പാർത്ഥിബ് എന്നിവരാണ് മരിച്ചത്. തിരക്ക് കുറവുള്ള പോക്കറ്റ് റോഡിൽ അമിത വേഗതയിൽ ചീറിപ്പാഞ്ഞ ടിപ്പർ 3 പേരുടെ ജീവനെടുത്തത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടിലേക്ക്. എനിക്ക് പിന്നിൽ കാണുന്ന അമ്പലപ്പുറം എന്ന സ്ഥലത്ത് നിന്ന് കൊട്ടാരക്കരയിലേക്ക് വരുന്ന റോഡിൽ രാവിലെ 7 മണിയോടെയാണ് ഈ ടിപ്പർ ലോറി, മണ്ണ് നിറച്ച ടിപ്പർ ലോറി അമിത വേഗതയിൽ നീലേശ്വരം മുക്കോണിമുക്ക് എന്ന സ്ഥലത്തുകൂടി പാഞ്ഞു വരുന്നത്. ഏതാണ്ട് ഈ സ്ഥലത്തെത്തിയപ്പോൾ ആ ദിശയിൽ നിന്ന് വന്ന ഹരിലാൽ എന്ന അധ്യാപകൻ്റെ ബുള്ളറ്റ് ഈ ടിപ്പറിന് മുൻപിൽപ്പെടുന്നു. പെട്ടെന്ന് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഈ ടിപ്പറിൽ ഇടിച്ച ശേഷം വാഹനം അവിടെ നിന്ന് ഇടിച്ച് ആ മതിൽക്കെട്ട് തകർത്തുകൊണ്ട് ആ മതിൽക്കെട്ടിന് സമീപത്ത് നിന്ന് ആളുകൾക്കിടയിലേക്ക് വിദ്യാർത്ഥികളും മറ്റ് ജോലിക്കായി പോയിരുന്ന ജീവനക്കാരും ഉൾപ്പെടെ നിന്നിരുന്ന ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഈ ബുള്ളറ്റ് പൂർണ്ണമായി, അതിൻ്റെ ഒരു വശം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ യാത്ര ചെയ്തിരുന്ന ഹരിലാൽ, അദ്ദേഹം ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനാണ്. അദ്ദേഹവും ആ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ആദ്യം ഈ ബുള്ളറ്റിൽ ഇടിച്ച് വാഹനം തെറിച്ചവിടേക്ക് പതിക്കുകയായിരുന്നു, അതോ അതിനു മുമ്പ് വാഹനം നിയന്ത്രണം വിട്ട് ഈ മതിലിലേക്കാണോ ഇടിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇവിടെ കൂടി നിൽക്കുകയായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ പാർത്ഥിബ്, അതോടൊപ്പം തന്നെ KSRTCയിലെ മറ്റൊരു ജീവനക്കാരനായ അജയൻ, അതോടൊപ്പം ഈ ബുള്ളറ്റ് ഓടിച്ചിരുന്ന ട്യൂട്ടോറിയൽ അധ്യാപകനായ ഹരിലാൽ, ഇങ്ങനെ 3 പേർക്കാണ് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ദാരുണമായ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ടിപ്പർ ഓടിച്ചിരുന്ന ഡ്രൈവർ, അതോടൊപ്പം ടിപ്പറിലുണ്ടായിരുന്ന ക്ലീനർ, മറ്റ് 5 പേർ, ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ.